ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ആൻഡ് ബി ടോക്സ്. നമ്മുടെ ചാനലിൽ ഡിഫറെൻറ്റ് പ്രിൻസസ് എന്ന് പറയുന്ന ഡ്രാമയുടെ കുറച്ച് എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അത് റിമൂവ് ആക്കേണ്ടി വന്നു. എന്നാൽ കുറച്ച് പേര് കമൻറ്റിലൂടെ ആ ഡ്രാമയുടെ ബാക്കി എപ്പിസോഡ്സ് ഇടാവുമെന്ന് ചോദിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡ്രാമ പിന്നെ അപ്ലോഡ് ആക്കുകയാണ്. നമ്മുടെ ചാനൽ ഇപ്പോൾ വളരെയധികം വ്യൂ കുറവാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടാവും. ചാനലിന് ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ എനിക്കും വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പ്രിൻസ് എന്നെ ബോധം കെടുത്തിയത് മറ്റാരുമില്ല, ആ ഡാൻസർ പെണ്ണാണെന്ന് പറയുകയാണ്. ഇത് കേട്ട ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവളെന്തിനാ നിന്നെ ബോധം കെടുത്തുന്നത്, അവൾക്കതിൻ്റെ ആവശ്യം എന്താ, അതൊന്നും എനിക്കറിയില്ല, അവളാണ് എന്നെ ബോധം കെടുത്തിയത്. ഇവനിങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറിനെ വിളിക്കുകയാണ്. ഷിയാവും അവിടേക്ക് വരികയാണ്. അവൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എനിക്ക് മനസ്സിലായിടത്തോളം ഇതൊരു സൂയിസൈഡ് കേസാണ്. ഇതിൽ പ്രിൻസിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. എന്നാൽ ആരോ പ്രിൻസിൻ്റെ തലയിൽ കുറ്റം വരണമെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. അവളും പ്രിൻസിൻ്റെ ഭാഗത്ത് കുറ്റമൊന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഫിങ് അത് വിശ്വസിക്കുന്നില്ല. ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട്, ഡാൻസറിൻ്റെ അസിസ്റ്റൻറ്റിനെ എവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവളെ എവിടേക്ക് വിളിക്കുകയാണ്. ഇത്രയും നേരം പ്രിൻസ് കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച അവൾ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ പ്ലേറ്റ് മാറ്റിക്കുകയാണ്. നിങ്ങൾ എന്തേ പറയുന്നത്? എൻ്റെ മാഡത്തിന് സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഈ പ്രിൻസാണ് അവരെ കൊന്നതെന്ന് അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ പറയുകയാണ്. ഇതൊക്കെ ഹീറോയിൻ്റെ തലയാണ് പെരുക്കുന്നത്. ഇവളെന്താ ഇങ്ങനെ പറയുന്നത്? ഇത്രയും നേരം പ്രിൻസിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചത്? ഇവൾക്ക് ഇത് എന്ത് പറ്റി? ജീജു ഇവളെ നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഹീറോയിൻ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് ഫിംഗ് അടിച്ചിട്ട് അവളെ കൊന്നത് പ്രിൻസ് ആണെന്ന് ഇവൾ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കൊണ്ട് തന്നെ മറ്റേ തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ കേസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പറയുകയാണ്. എന്നാൽ ഗ്വാഷി പെടുന്ന എനിക്ക് സംസാരിക്കാൻ അവസരം തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ട അസിസ്റ്റന്റ്, ഈ ഗ്വാഷിയെ ഞാൻ പ്രിൻസിൻ്റെ കൂടെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഇവൾക്കും ഇതിനകത്ത് എന്തോ ഒരു കൈയുണ്ടെന്ന് പറയുമ്പോൾ എനിക്കോ എന്നും ചോദിച്ച് ഹീറോയിൻ ഷോക്കാവുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ ഗ്വാഷി മുന്നിലേക്ക് വന്നിട്ട് അവൾ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ നിനക്കറിയില്ലെന്ന് തന്നെ പറയാം. നീ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രിൻസാണ് അവളെ കൊന്നതെന്ന് പറയുന്നത്? ഹീറോയിനല്ലേ ഈ കഥ എഴുതിയത്, അതുകൊണ്ട് അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. നീ ഇവിടേക്ക് വലിയൊരു ഡാൻസർ ആവണമെന്നും കരുതിയല്ലേ വന്നത്? എന്നാൽ നീ അവളെക്കാളും വലിയൊരു ഡാൻസർ ആയാലോ എന്നും കരുതി നിന്റെ മുഖത്തൊരു മുറിവുണ്ടാക്കി, അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അനുവദിക്കാതെ അത് വലിയൊരു പാടായി മാറി. അതുകൊണ്ടല്ലേ നീ അവളെ കൊന്നത്? നിന്റെ മുഖത്തൊരു പാടുണ്ടാക്കി എന്നുള്ളത് ശരിയാണ്, എന്നാൽ നീ അവളെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇത്രയും നാൾ നിന്നെ സംരക്ഷിച്ചത് അവളല്ലേ. അത് മാത്രമല്ല, നീ അല്ലേ ആ സ്മോക്ക് ഉണ്ടായിരുന്ന റൂമിൽ നിന്ന് അവളുടെ ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നത്? അതിൻ്റെ കരി പോലും നിന്റെ മുഖത്ത് നിന്ന് മാഞ്ഞിട്ടില്ല. അവളും പേടിച്ച് ഞാനല്ല കൊന്നത്, ഞാൻ പ്രിൻസിൻ്റെ റൂമിൽ അവളുടെ ബോഡി കൊണ്ടിട്ടെന്നുള്ളത് സത്യമാണ്, എന്നാൽ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവൾ സൂയിസൈഡ് ചെയ്ത് മരിച്ചതാണെന്നും പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ്. കണ്ടില്ല, ഇവളുടെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നത്. ഇതിനു വേണ്ടിയാണ് ഞാൻ കള്ളം പറഞ്ഞത്. ഇവൾക്കും അവളുടെ മരണത്തിൽ ബന്ധമൊന്നുമില്ല, ഇത് വെറും ഒരു സൂയിസൈഡ് കേസാണെന്ന് ഹീറോയിൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ അവരോട് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ജീജു വളരെയധികം കൂളാണ്. എനിക്കൊരു കാര്യം ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ജീജു മുന്നിലേക്ക് വരികയാണ്. ഇത് കണ്ട ഹീറോയിൻ ഇവനെ എങ്ങനെയും തെള്ളി മാറ്റിയിട്ട് പ്രിൻസിനെ ഇവിടെ നിന്ന് രക്ഷിക്കാവുന്ന ദൈവം പിന്നെയും ഇതിനിടയിലേക്ക് വരുവാണല്ലോ എന്നുള്ള രീതിയിൽ ഹീറോയിൻ അവനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസ് എന്തിനാ സ്വന്തം ജീവൻ പോലും വാക്കാതെ ആ ഡാൻസർ ലേഡിയെ രക്ഷിക്കാൻ വേണ്ടി പോയത്? ഇവനെന്തിനാ അവളെ മീറ്റ് ചെയ്യാൻ പോയത്? ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവൻ ചോദിക്കുകയാണ്. മറ്റൊന്നുമില്ല, ഞങ്ങൾ വെറും ഫ്രണ്ട്സ് ആണെന്ന് പ്രിൻസ് പറയുകയാണ്. ഓ അങ്ങനെയാണോ എന്നും ചോദിച്ച് ജീജു ഹീറോയിൻ്റെ ചെവിയിൽ, രാവിലെ നീ ആ ജനങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു, ഞാൻ നിന്റെ മാസ്റ്റർ ആണെന്ന് പറഞ്ഞില്ലേ? അത് മാത്രമല്ല, ഞാനും ആ ഡാൻസർ ലേഡിയും തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞത് ഞാൻ അറിഞ്ഞു. ഇവൻ ഇതൊക്കെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ഹീറോയിൻ പേടിയോടെ അവനെ ഒന്ന് നോക്കുകയാണ്. എന്തായാലും പ്രിൻസ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാലും ആ ഡാൻസർ ലേഡിയുമായി പ്രിൻസിന് എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ളത് നാട്ടിൽ പാട്ടായി. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇമേജിന് ചെറുതായിട്ടൊരു കോട്ടം തട്ടുകയാണ്. അടുത്ത സീനിൽ കിങ്ങിനെയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ ഓർഡേഴ്സ് ഇരിപ്പുണ്ട്. അതിലൊരെണ്ണം ഫിങ്ങിൻ്റെ അടുത്തേക്ക് കൊടുത്തയക്കുകയാണ്. ഇവിടെ വന്ന ജോലിയൊക്കെ തീർന്നു എന്നുള്ള രീതിയിൽ ജീജു കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് നിന്നോട് ആരാ ആ ബോഡി എടുത്ത് പ്രിൻസിൻ്റെ റൂമിൽ കൊണ്ടിടാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവൾ എനിക്കൊന്നും അറിയില്ലെന്നും പറഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങുകയാണ്. ഈ പ്രശ്നം ഇങ്ങനെ തീരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കിങ്ങിൻ്റെ ഓർഡറുമായിട്ട് 3 പേർ അവിടേക്ക് വരികയാണ്. പ്രിൻസ് കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞെങ്കിലും പ്രിൻസിന് ഇപ്പോൾ ഒരു ചീത്തപ്പേരുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രിൻസിൻ്റെ സ്ഥാനമൊക്കെ അവിടെ ഉണ്ടാവും. എന്നാൽ ഉത്തരവാദിത്തങ്ങളെല്ലാം ജീജുവിനെ ഏൽപ്പിക്കുകയാണെന്നുള്ള ഓർഡറാണത്. ഹീറോയിനൊക്കെ ആ ഓർഡർ കേട്ട് ഒരുമാതിരി ആകുകയാണ്. എന്തായാലും കിങ്ങിൻ്റെ ഓർഡർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മുട്ടുകുത്തി അത് തലവണങ്ങി സ്വീകരിക്കുകയാണ്. ഹീറോയിൻ മുട്ടുകുത്തി തലവണങ്ങുന്നതിനിടയിൽ അവളുടെ മുട്ടിന് പരിക്ക് പറ്റുകയാണ്. ഹീറോയിൻ പുറത്തേക്ക് വരുമ്പോൾ പ്രിൻസും അവളുടെ പുറകെ വരുന്നുണ്ട്. പ്രിൻസിൻ്റെ അടുത്ത് ഹീറോയിൻ എന്നോട് ക്ഷമിക്കണം, എന്നെക്കൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ സാധിച്ചില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല. എന്തായാലും അവൾ നിങ്ങളോട് എന്തോ ഒരു രഹസ്യം പറഞ്ഞിട്ടില്ല, അത് രക്ഷിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ശ്രമിച്ചത്, അത് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ പ്രിൻസ് അവൾ എന്നോട് വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചതല്ലേ, അത് ഞാൻ എങ്ങനെയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നത്? ഇത് കേട്ട ഹീറോയിൻ നിങ്ങൾ ഇത്രയ്ക്ക് നല്ലവനായിരുന്നു എന്ന് ചോദിച്ചാൽ അവൻ്റെ തോളിലും തട്ടുകയാണ്. അതേസമയം ജീജുവിൻ്റെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എൻ്റെ കൂടെ വാ, ഞാൻ നിൻ്റെ മാസ്റ്റർ എന്ന് നീ ജനങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ നീ എൻ്റെ കൂടെ വരണം, ഇല്ലെങ്കിൽ നീയും ഇവനും കൂടെ ചേർന്ന് എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് ഞാൻ നാട്ടിൽ മൊത്തം പാട്ടാക്കും. ഇപ്പോൾ ഇവൻ പ്രിൻസ് ആണെങ്കിലും അതിൻ്റെ പവറൊന്നുമില്ല, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എൻ്റെ പ്രിൻസിൻ്റെ സ്ഥാനം പോലും പോകും, അത് വേണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് ഹീറോയിനെ വിളിക്കുകയാണ്. ഹീറോയിനും പ്രിൻസിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവളും അവൻ്റെ കൂടെ പോകാൻ സമ്മതിക്കുകയാണ്. പ്രിൻസിന് വേണ്ടി നീ എൻ്റെ കൂടെ വരാൻ സമ്മതിച്ചു, നീ വളരെയധികം ധൈര്യശാലിയാണല്ലോ എന്നും പറഞ്ഞ് ഹീറോയിനെ ഒന്ന് പോഴ്ത്തുകയാണ്. അതെന്താ നിൻ്റെ മനുഷ്യൻ അത്രയും മോശമായ സ്ഥലത്താണോ ഉള്ളത്? നിൻ്റെ മനുഷ്യനിൽ വരുന്ന എന്തെങ്കിലും പനിഷ്മെൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ വന്ന് നോക്കുക, അപ്പോൾ നിനക്കറിയാമെന്നും പറഞ്ഞ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവിടെ ഒന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറിനെ കാണിക്കണം. അവളുടെ അടുത്ത് ഒരു തന്നെ ഇരുന്നിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. 40 വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ മരിച്ചില്ലേ ആ ഡാൻസറിനെ പോലെ മറ്റൊരു ഡാൻസർ ഉണ്ടായിരുന്നു. അവളുടെ ഡാൻസ് മൂവ്സും ഇപ്പോൾ മരിച്ച ഡാൻസറിൻ്റെ സെയിം ആയിരുന്നു. അത് കേട്ട് അവൾക്ക് ഡൗട്ട് അടിക്കുകയാണ്. 40 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ഒരു ഡാൻസറിൻ്റെ ഡാൻസ് മൂവ്സ് ഇപ്പോൾ ഉണ്ടായിരുന്നവളുമായിട്ട് എങ്ങനെയാണ് സെയിം ആവുന്നത്? അടുത്ത സീനിൽ
പ്രിൻസിനെയാണ് കാണിക്കുന്നത്. അവൻ ആ ഡാൻസർ ലേഡി കൊടുത്ത ആ ലെറ്റർ വായിക്കുകയാണ്. 40 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡാൻസർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല ഇവള് തന്നെയാണ്. മരണപ്പെടുമെന്ന് അറിഞ്ഞിട്ടും വയസ്സാവാതിരിക്കാനുള്ള മരുന്ന് കഴിച്ച് ഇത്രയും നാൾ വയസ്സാവാതെ ജീവിക്കുകയായിരുന്നു. അവൾക്ക് വയസ്സായെന്നുള്ള കാര്യം മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് അവൾ സൂയിസൈഡ് ചെയ്തത്. എന്തായാലും അവൾ മരിച്ചില്ലേ, ഈ കാര്യം എന്നോട് തീരട്ടെ എന്നും പറഞ്ഞ് അവൻ ആ ലെറ്റർ കത്തിച്ച് കളയുകയാണ്. അടുത്ത സീനിൽ ഫിങ്ങിനെയും ജിവാനിയും കാണിക്കുകയാണ്. ആ ഡാൻസർ ലേഡി മരിച്ചതുകൊണ്ട് തന്നെ ഫിങ്ങിന് നല്ല വിഷമമുണ്ട്. ജിവാനി അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ പ്രിൻസ് ജീജു കൊണ്ടുപോയി ഹീറോയിൻ എന്തെങ്കിലും പറ്റി കാണുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഹീറോയിനെ കാണിക്കുകയാണ്. ജീജു ഹീറോയിന് കുറേ ഫുഡ് കൊടുത്തിട്ട് കഴിക്കാൻ പറയുകയാണ്. എന്താ നീ ഇതിനകത്ത് വിഷം വെച്ചിട്ടുണ്ടെന്ന് കരുതി ഞാൻ പേടിക്കണോ? അങ്ങനെയൊന്നും നീ എന്നെ എളുപ്പത്തിൽ കൊല്ലില്ല, നീ എന്നെ കഷ്ടപ്പെടുത്തി കൊല്ലുമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് ഹീറോയിൻ ജോളിയായിട്ട് അത് കഴിക്കുകയാണ്. ഇത് കണ്ട ജീജു ഇവൾ എന്നെക്കാളും വലിയ കേടിയാണല്ലോ എന്നും പറഞ്ഞ് അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ വന്ന് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രിയാക്കുകയാണ്. ഹീറോയിൻ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് അവൾ എന്തോ കണ്ട് ഞെട്ടി എണ്ണിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ അന്ന് രാത്രി കല്യാണ ദിവസം അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നേരം ഇട്ടിരുന്ന ഡ്രസ്സ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് കാണുകയാണ്. അത് കണ്ട് അവൾ ഞെട്ടി എണ്ണിക്കുകയാണ്. അത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആ ഷൂവും അവിടെ തന്നെ കിടപ്പുണ്ട്. ഹീറോയിൻ ഇതൊക്കെ കണ്ട് പേടിച്ച് വാ വിട്ട് നിലവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ജീജു ഇതൊക്കെ കേട്ട് പുറത്തു നിൽപ്പുണ്ട്. അവളാണ് ഇവൻ്റെ വൈഫ് എന്ന് അവൾ തന്നെ വന്ന് പറയാൻ വേണ്ടിയാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്. ജീജുവിൻ്റെ അസിസ്റ്റന്റ് അവൻ്റെ അടുത്ത് വന്നിട്ട് അവൾ നന്നായിട്ട് പേടിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. നന്നായിട്ട് പേടിക്കട്ടെ, ഇനി അവൾ എന്നെ എതിർക്കാൻ പാടില്ല. കുറച്ച് നേരമായിട്ട് സൗണ്ടൊന്നും കേൾക്കാത്തതുകൊണ്ട് തന്നെ അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ജീജു അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അവൻ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഹീറോയിനെ കാണുന്നില്ല. ഹീറോയിൻ അവനെ പേടിപ്പിക്കാൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കാതെ വളരെയധികം സ്പീഡിൽ പ്രേതത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം ജീജുവും പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ അവനെ തൊടാൻ വേണ്ടി വരുമ്പോൾ ജീജും പെട്ടെന്ന് അവളെ കയ്യിൽ കയറി പിടിച്ച് അവളുടെ കൈ പിടിച്ച് തിരിക്കുകയാണ്. നീ ഒരാണായിട്ട് ഒരു പെണ്ണിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിനക്ക് നാണമില്ല എന്ന് ചോദിച്ചാൽ അവനെ കുറെ ചീത്ത വിളിക്കുകയാണ്. നീ ഒരു പെണ്ണായിട്ട് പെരുമാറുകയാണെങ്കിൽ ഞാൻ ഒരാണായിട്ട് പെരുമാറാം. നീ എന്നെ തന്നെ പേടിപ്പിക്കാൻ നോക്കുന്നു. അതൊന്നുമില്ല, ഈ ഡ്രസ്സിന് നല്ല ഭംഗിയുണ്ട്, അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ചുമ്മാ എടുത്തിട്ട് നോക്കിയതാണ്. ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് നിനക്ക് കറക്റ്റ് ആണല്ലോ, നിനക്ക് വേണ്ടി തയ്പ്പിച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് അവൻ പറയുമ്പോൾ ആണല്ലേ, എനിക്കും തോന്നി. ഞാനിവിടെ വന്നതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി തയ്പ്പിച്ചാണെന്നാണ് ഞാൻ കരുതിയത്. നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഗൂജിൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് സത്യം പറ, നീ അല്ലേ എൻ്റെ വൈഫ്, നീ അല്ലേ ഇവിടെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഓ അങ്ങനെയാണല്ലേ, എനിക്കിപ്പോൾ മനസ്സിലായി, നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ പ്രണയം തോന്നി. അത് കാണിക്കാൻ വേണ്ടിയില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ എനിക്കിപ്പോൾ നിങ്ങളെ പ്രണയിക്കാൻ സാധിക്കില്ല, കാരണം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാണ്. ദേവി ഇത് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകാം, എന്നാൽ ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞ് അവളുടെ അടുത്ത് നിന്ന് നാണം കെട്ടവൻ പുറത്തേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ ജീജിൻ പുറത്തേക്ക് കണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അതേസമയം ഹീറോയിനും അവിടേക്ക് വരികയാണ്. അയ്യോ ഇവൻ്റെ കണ്ണിൽ പെട്ടല്ലോ എന്ന് ആലോചിച്ച് ഹീറോയിൻ അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിക്കുകയാണ്. അതേസമയം ആ വീടൊക്കെ നോക്കുന്ന മാനേജർ അവിടേക്ക് വരികയാണ്. എന്നാലും ഇവൻ്റെ ഇന്ന് രക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് ഹീറോയിൻ അയാളുടെ കൂടെ പോവുകയാണ്. അയാൾ ഹീറോയിനെ നേരെ ഒരു റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉത്തരത്തിൽ കയറി അതെല്ലാം ക്ലീൻ ചെയ്യാൻ പറയുകയാണ്. എന്നാൽ ഹീറോയിൻ എനിക്കിതിലൊന്നും കയറാൻ അറിയില്ല, എന്നെ കൊണ്ട് ഇത് കഴിയില്ലെന്ന് പറയുമ്പോൾ ജീജിൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുന്നത് അദ്ദേഹം കാട്ടുമെന്ന്, അവൻ എനിക്ക് വേണമെന്ന് വെച്ച് പണി തന്നു. എന്തായാലും ഞാൻ പെട്ടു എന്ന് ആലോചിച്ച് ഹീറോയിൻ ഇങ്ങനെ നിൽക്കുകയാണ്. 10 മണിക്കൂറിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനോട് മുകളിലേക്ക് കയറാൻ പറയുകയാണ്. ഹീറോയിന് മറ്റു മാർഗ്ഗമൊന്നുമില്ലാതെ ചാടി അതിൻ്റെ മുകളിൽ കയറി അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഇവിടെ സുരക്ഷിതമാണല്ലോ, അവൻ്റെ കയ്യിൽ പെടില്ലോ എന്ന് ആലോചിച്ച് ഹീറോയിൻ അവിടെ കിടന്നുറങ്ങുകയാണ്. അടുത്ത സീനിൽ ഫിങ്ങും ജിവാനും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ജീച്ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ വൈഫിനെ കൊന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അത് മാത്രമല്ല ആ ഡാൻസർ ലേഡിയെ കൊന്നിട്ട് അത് പ്രിൻസിൻ്റെ തലയിൽ കെട്ടിവെച്ചതും അദ്ദേഹമാണെന്നാണ് പറയുന്നത്. എന്നാൽ എന്നെക്കൊണ്ടത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാനും അങ്ങനെയാണ് കേട്ടത്. നമ്മളെല്ലാവരും കുറേ നാളുകൾക്ക് ശേഷമല്ലേ കാണുന്നത്, വളരെയധികം സന്തോഷത്തോടെ കഴിയണമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അതൊന്നും നടക്കുന്നില്ലോ, ഇതിൻ്റെ സത്യം ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവൾ ജീജിൻ്റെ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അടുത്ത സീനിൽ അവൾ ഗീജിൻ്റെ മാൻഷനിലേക്ക് ചെന്ന് അവിടെ എല്ലാം ചുറ്റിക്കാണുകയാണ്. അവിടെ ഗെയിം ബോർഡ് ഇരിക്കുന്നത് കണ്ടിട്ട് ഗീജിൻ ആരുടെ കൂടെ ഗെയിം കളിച്ചായിട്ട് അവൾക്ക് മനസ്സിലാക്കുകയാണ്. അതേസമയം ഗുങ്ങും അവിടേക്ക് വരികയാണ്. ഗുങ്ങിന് ഈ മെഡിസിനെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേസമയം ജീജിനും അവിടേക്ക് വരികയാണ്. അതുകൊണ്ട് അവൾ സന്തോഷത്തോടെ ചേട്ടാന്ന് വിളിച്ച് അവൻ്റെ അടുത്തേക്ക് കൂടി ചെല്ലിക്കുകയാണ്. എന്നാൽ അവൻ അവളോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുപോലെയാണ് സംസാരിക്കുന്നത്. ഗുങ്ങിനോട് നിനക്ക് കിട്ടാനുള്ള കാര്യം കിട്ടിയില്ല, എങ്കിലും ഇവിടെ ഒന്ന് പൊയ്ക്കോളാൻ പറയുകയാണ്. എനിക്ക് മെഡിസിൻ തന്നതിന് നന്ദിയുണ്ടെന്നും പറഞ്ഞ് ഗുങ്ങും അവനോട് നന്ദി പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോവുകയാണ്. അവൾ ജീജിനോട് ചേട്ടാ ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നത്, അവൾക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാത്തതുകൊണ്ട് തന്നെ നല്ല സുഖമില്ല, നിനക്കിപ്പോൾ അവളെ കാണാൻ സാധിക്കില്ല. ചേട്ടാ നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ എന്നോട് പെരുമാറുന്നത്, നിങ്ങൾ ആ ചേച്ചിയെ വല്ലതും ചെയ്തോ, നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾ അവരെ എന്തിനും ചെയ്തോ എന്ന് ചോദിക്കണം. നിനക്ക് മനസ്സിലായില്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ അവളോട് ദേഷ്യപ്പെടുകയാണ്. അവളും വളരെയധികം വിഷമത്തിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ലെന്നും പറഞ്ഞ് അവൾ അവിടെ ഒന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ജീജിൻ അവൻ്റെ അസിസ്റ്റന്റിനോട് ഗുങ്ങും ജിവാനി ഇനി ഒരുമിച്ച് കാണാൻ പാടില്ല, ഗുങ്ങിനി ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് ഓർഡർ കൊടുക്കുകയാണ്. ജിവാനി കരഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാണ്. എന്നാൽ അവളുടെ അസിസ്റ്റന്റിൻ്റെ അടുത്ത് എനിക്ക് ഗുങ്ങിന് നല്ല ഡൗട്ടുണ്ട്, ഗുങ്ങും എൻ്റെ ചേട്ടനും കൂടി ഇരുന്ന് ഗെയിം കളിച്ചിട്ടുണ്ട്, എന്നാൽ നമ്മുടെ മുന്നിൽ വെച്ച് അവർ തമ്മിൽ വലിയ അടുപ്പമില്ലാത്തതിലാണ് കാണിച്ചത്, എനിക്ക് നല്ല ഡൗട്ടുണ്ട്, എന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ ഗുങ്ങിനാണ് കാണിക്കുന്നത്. ഗുങ്ങിൻ്റെ അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഒരു കത്തുണ്ടെന്ന് പറഞ്ഞൊരു കത്ത് കൊണ്ട് കൊടുക്കുകയാണ്. ജീജിൻ തന്നാണോ എന്ന് ചോദിച്ചാൽ അവനും ആ കത്ത് മേടിക്കുകയാണ്. നിങ്ങളും ജീജിനും തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ എന്ന് അവൻ്റെ അസിസ്റ്റന്റും പറയുകയാണ്. അതൊന്നുമില്ല, ഞങ്ങൾ കുറേ നാളായിട്ട് ഒരുമിച്ചുള്ളതല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവൻ്റെ അസിസ്റ്റന്റിനെ പുറത്താക്കിയിട്ട് ആ കത്തിനകത്ത് എന്താണെന്ന് പോലും തുറന്നു നോക്കാതെ അവൻ ആ കത്ത് കത്തിച്ച് കളയുകയാണ്. അടുത്ത സീനിൽ ജിവാനി ഒരു ലൈബ്രറിയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടേക്ക് പ്രിൻസും വന്നിട്ടുണ്ട്. നീ ഇന്നലെ ജീജിൻ്റെ മാൻഷനിലേക്ക് ചെന്നപ്പോൾ അവിടെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുകയാണ്.
നിങ്ങൾ ആ പെണ്ണിനെക്കുറിച്ചാണോ ചോദിക്കുന്നത്? നിങ്ങൾക്ക് അവളൊരു ഇഷ്ടമുണ്ടെങ്കിൽ നേരിട്ട് ഒന്ന് അന്വേഷിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അവളൊരു ഇഷ്ടമൊന്നുമില്ല, എന്നാൽ എനിക്ക് അവളെക്കുറിച്ചൊരു ടെൻഷനുണ്ട്. അവൻ്റെ കൂടെയല്ലേ പോയിരിക്കുന്നത്, നിനക്കൊന്ന് അന്വേഷിച്ചിട്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഞാൻ പോയി അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അടുത്ത സീനിൽ അവൾ ഹീറോയിനെ അന്വേഷിച്ച് ആ റൂമിലേക്ക് വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഹീറോയിനെ അന്വേഷിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ ഹീറോയിൻ ആ ഉത്തരത്തിൽ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അവളോട് താഴേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ്. ഹീറോയിനും അവളെ താഴേക്ക് ഇറക്കിയതിന് നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞ് ഹീറോയിൻ ചിരിക്കുന്ന കണ്ടിട്ട് അവൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുകയാണ്. അവൾ ഹീറോയിൻ്റെ അടുത്ത് സത്യം പറ, നീ ആരാണെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ഹീറോയിൻ പേടിച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരും മറക്കണ്ട. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.